രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ 112ാമത്തെ എപ്പിസോഡ് രാധയുടെ പ്രണയം. രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച ദിവസം നമുക്ക് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദം, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. അതേ കണക്ക് തന്നെ ആസ്ട്രോളജി ഉണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് 9645333999. അഷ്ടാവക്ര ഗീതയുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധയുടെ പ്രണയം തുടങ്ങാം. അതിനു മുമ്പ് ഞാൻ ഗുരുവായൂർ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിലുള്ള സുനിലിൻ്റെ കുടുംബം, പിന്നെ നിരവധി പേര്. അപ്പോൾ കുറേ പേരെൻ്റെ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ വന്നായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ പേരറിയാത്ത ഒരുപാട് പേരുണ്ട്. അത് അമ്പലത്തിൽ വെച്ചാണ് കണ്ടത്. അമ്പലത്തിൽ വെച്ച് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്ത്. അപ്പോൾ പിന്നെ അവരുടെ കയ്യിലും മൊബൈലില്ല, എൻ്റെ കയ്യിലും മൊബൈലില്ല. അതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടില്ല. ഫോട്ടോ എടുത്ത കുറച്ച് പേരുണ്ട്. അത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ എന്നെ വന്ന് കണ്ട സുനിൽ, കുടുംബം, പിന്നെ ഉഷ, പിന്നെ എനിക്ക് പെട്ടെന്ന് വരുമ്പോൾ എനിക്ക് ഓർമ്മ അങ്ങോട്ട് കിട്ടുന്നില്ല. എങ്കിലും ലോഡ്ജി വന്ന് കണ്ടിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റാതെ പോയി. ചിത്തിര വന്നിരുന്നു. ചിത്തിരയുടെ ഫോട്ടോ അന്നേരം എടുക്കാൻ വിട്ടുപോയി, കുടുംബത്തിൻ്റെയും. അപ്പോൾ അത് നമുക്കൊന്ന് കാണുക. കണ്ടതിന് ശേഷം നമുക്ക് രാധയുടെ പ്രണയം ആരംഭിക്കുന്നതാണ്.
രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ. അപ്പോൾ നിങ്ങളത് കണ്ടല്ലോ. അപ്പം നമുക്ക് തുടങ്ങാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ രാധയുടെ പ്രണയം കാണുന്നവർ നിശ്ചയമായും കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായി, രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്, കാണണം. രാധാ കവചം നിത്യവും ജപിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്, കാണണം. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു അതെ, ഈ ഗോലോകവാസികൾക്ക് പോലും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. അവർക്ക് പോലും അതറിയില്ല. എന്നിട്ട് കൃഷ്ണൻ തിരിഞ്ഞ് രാധാറാണിയോട് ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട രാധികേ, ഞാനത് പറയട്ടെ, നിന്റെ അനുവാദം വേണം എനിക്ക്. അപ്പൊ രാധാറാണി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി, വളരെ പ്രണയപൂർവം കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പ്രണയപൂർവം രാധാറാണിയെ ചേർത്ത് വെച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പോവുകയാണ്. ശ്രീകൃഷ്ണൻ ആയ ഞാൻ, എൻ്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രം, ആ സുദർശന ചക്രത്തെ തടുക്കാൻ ഇന്നുവരെ ആരും ജനിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ മഹാസുദർശനത്തെ തടഞ്ഞു നിർത്താനായിട്ടുള്ള ഒരായുധവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കാരണം മഹാസുദർശനത്തിൻ്റെ ശക്തി രാധയാണ്. മഹാസുദർശനത്തിൻ്റെ ശക്തി രാധയാണ്. ഓർമ്മിക്കുക, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, ഏതൊരു പുരുഷന്റെയും ശക്തി സ്ത്രീയാണ്. സ്ത്രീയെ മാറ്റി നിർത്തിയാൽ ആ പുരുഷന് യാതൊരു ശക്തിയുമില്ല. അദ്ദേഹത്തെ ദൈവമെന്നിങ്ങനെ പറയും. സ്ത്രീ ഇല്ലാതെ ഒരിക്കലും പുരുഷന് ശക്തി ഉണ്ടാവുകയില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, എന്റെ മഹാസുദർശനം ചീറിപ്പാഞ്ഞു വന്നാൽ അതിനെ തടുക്കാൻ ആരുണ്ട് ഈ 7-14 ലോകത്തിൽ? എന്നാൽ കേട്ടുകൊള്ളുവിൻ, എന്റെ മഹാസുദർശനം എന്റെ കയ്യിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ആരുടെ നേർക്കാണോ ചെല്ലുന്നത്, അവൻ രാധാ കവചം ധരിച്ചിട്ടുണ്ടെങ്കിൽ, അവനെ മഹാസുദർശനം 3 തവണ വലം വെച്ചു വണങ്ങി തിരികെ എന്റെ വിരൽ തുമ്പിലേക്ക് വരുമെന്നറിയുക. രാധാ കവചം ധരിച്ചവനെ മഹാസുദർശനം ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല എന്ന് മാത്രവുമല്ല, രാധാ കവചം ധരിച്ചവനെ ആരെങ്കിലും മനഃപൂർവം ആക്രമിക്കുകയാണെങ്കിൽ അവന്റെ രക്ഷയ്ക്കായി ഈ മഹാസുദർശനം സദാ ഉണ്ടായിരിക്കുന്നതാണ്. ഗോലോകവാസികൾ അന്തം വിട്ടുപോയി. മഹാസുദർശനത്തെ രാധാ കവചം തടുക്കുമെന്നോ? ബ്രഹ്മാവ് ശരീരമെല്ലാം കുഴഞ്ഞ് അവിടെ മയങ്ങി വീണു. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മാവിനെ പിടിച്ചുയർത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് പറ്റിയത്? അപ്പോൾ
ബ്രഹ്മാവ് പറഞ്ഞു, സർവ്വതും അറിയുന്ന ആളല്ലേ അങ്ങ്, സർവ്വതും അറിയുന്ന ആളല്ലേ അങ്ങ്. ഇനി ഈ മഹാസുദർശനത്തെ തടുക്കാൻ രാധാ കവചം ധരിച്ചവർക്ക് കഴിയില്ലെങ്കിൽ ഇനി ഞങ്ങൾ എന്തു ചെയ്യും? ഭൂമി ദേവി എന്തു ചെയ്യും? എന്തു ചെയ്യും ഭഗവാനേ? ദേവലോകം ദേവലോകം എന്തു ചെയ്യും? ദേവേന്ദ്രൻ എന്തു ചെയ്യും? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, അസുരന്മാർ രാധാകവചം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിശ്ചയമായും ദേവേന്ദ്രനെ വധിക്കാൻ വരെ അവർക്ക് സാധിക്കും. പിന്നെ ഭൂമിയിൽ ദുഷ്ടന്മാർ രാധാകവചം ധരിച്ചാൽ എനിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭൂമി ദേവി എന്തു ചെയ്യും? ഇതല്ലേ താങ്കൾ ആലോചിച്ചത്? ഒട്ടും വിഷമിക്കണ്ട, ഒട്ടും വിഷമിക്കണ്ട. ഈ രാധാകവചം ദുഷ്ടന്മാർക്ക് അതെന്താണെന്ന് പോലും അറിയാൻ ഇടവരില്ല. ഒരു ദുഷ്ടന്മാരും രാധാകവചം കേൾക്കാൻ പോലും ഇടവരില്ല. ഓർമ്മിക്കണേ, രാധേ രാധേ ചാനൽ കാണുന്ന എൻ്റെ ഈ വീഡിയോ കാണുന്നവര് ഓർമ്മിക്കണേ, നിങ്ങൾ പുണ്യം ചെയ്തവർ, നിങ്ങൾ പുണ്യം ചെയ്തവർ. നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണന് കോടി കോടി നമസ്കാരം പറ, രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം പറ. കാരണം പുണ്യം ചെയ്യാത്തവർക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇന്ത്യ മഹാരാജ്യത്ത് കോടാനുകോടി ജനങ്ങളുണ്ട്, കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. പക്ഷേ ഈ രാധാകവചത്തിന്റെ മഹത്വം എത്ര പേര് കേൾക്കുന്നു? എത്ര പേര് കേൾക്കുന്നു? കാരണം മറ്റുള്ളവർ കേൾക്കാൻ കൃഷ്ണൻ അനുവദിക്കില്ല. രാധാകവചം എന്തെന്ന് അറിഞ്ഞു പറയാത്തവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കുറെ പേര് കേൾക്കും. അത് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ കളയും. പക്ഷേ രാധാകവചം എന്തെന്ന് ഭൂമിയിലെ ഒരു ദുഷ്ടനും അറിയില്ല. കൃഷ്ണൻ അവിടം കൊണ്ടും തീർത്തില്ല. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഇനി ഒരുവൻ അറിഞ്ഞു എന്നിരിക്കട്ടെ, ഒരുവൻ ഇനി അറിഞ്ഞു എന്നിരിക്കട്ടെ, അവൻ രാധാകവചം ജപിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ സരസ്വതീ ദേവി നിശ്ചയമായും അവന്റെ നാവിന്റെ തുമ്പത്ത് വന്നിരുന്ന് അക്ഷരങ്ങളിൽ തെറ്റുകൾ വരുത്തിയിരിക്കും. അതുകൊണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കണ്ട. ഭൂമി ദേവിയും ഒരു കാരണവശാലും വിഷമിക്കണ്ട. മൂഢന്മാര്, ദുഷ്ടന്മാര്, അസുരന്മാര്, അവർക്ക് രാധാകവചം എന്ന പേര് കേൾക്കാൻ പോലും ഭാഗ്യമുണ്ടാവുകയില്ല. അപ്പോൾ ബ്രഹ്മാവിന് ആശ്വാസമായി. ഇത് കേട്ട് വിശാഖ നെടുവീർപ്പിട്ടു. വിശാഖ തൻ്റെ കൂടിരുന്ന ഗോപികയോട് പറഞ്ഞു, ഭാഗ്യം, കൃഷ്ണന്റെ മഹാസുദർശനം മറ്റുള്ളവർക്ക് തടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി എന്താണ്? അസുരന്മാര് രാധാകവചം ധരിച്ചു പോയാൽ പിന്നെ ഭൂമിയുടെ സ്ഥിതി എന്താണ്? അപ്പൊ ഗോപിക പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ആ രാധാകവചത്തെ കുറിച്ച് ദുഷ്ടന്മാർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. പക്ഷേ വിശാഖേ, രാധാകവചത്തിന്റെ മഹത്വം കൃഷ്ണന്റെ കയ്യിൽ നിന്ന് തന്നെ കേട്ട നീ ഭാഗ്യവതിയാകുന്നു. രാധാറാണിക്ക് നീ പ്രിയപ്പെട്ടവളാകുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വിശാഖ പറഞ്ഞു, ഓം രാധായേ സ്വാഹ. അപ്പൊ ഗോപിക പറഞ്ഞു, അതല്ല, രാധാറാണിക്കിഷ്ടം അതേ, പറഞ്ഞോളൂ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അപ്പൊ വിശാഖ ചോദിച്ചു, അതെന്താണ് ഈ രാധേ രാധേ അത്രയ്ക്ക് പ്രിയം? അതോ സാക്ഷാൽ ശ്രീകൃഷ്ണൻ രാധാറാണിയെ സ്തുതിച്ചുകൊണ്ട് ജപിക്കുന്നതല്ലേ ഇത്? ഈ മന്ത്രം ആര് പറയുന്നത് കേട്ടാലും രാധാജിക്ക് തൻ്റെ കണ്ണനെ ഓർമ്മ വരും. ആ സമയത്ത് രാധാജി ഓടി കണ്ണൻ്റെ അടുക്കൽ അണയും. കണ്ണൻ രാധാജിയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും. അതെ, രാധാജിയെ തൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്ന വിശിഷ്ട മന്ത്രമാണിതെന്നുള്ളത് കൊണ്ട് ഈ മന്ത്രം ആരാണോ ജപിക്കുന്നത് അവന് കൃഷ്ണന്റെയും അനുഗ്രഹം ഉണ്ടാകും, രാധാറാണിയുടെയും അനുഗ്രഹം ഉണ്ടാകും. കൃഷ്ണൻ കരുതും, അതേ,
അകലെ ഇരുന്ന രാധാറാണി ഇത് കേട്ടപ്പോൾ ഓടി എൻ്റെ അടുക്കലേക്ക് വന്നു. രാധാറാണി വിചാരിക്കും ഞാൻ പല പല ജോലികളിൽ മുഴുകിയതാണ്, ഇത് കേട്ടില്ലായിരുന്നെങ്കിൽ ഓടിച്ചെന്നിപ്പോൾ കൃഷ്ണന്റെ മാറിൽ വീഴാൻ കഴിയില്ല. അങ്ങനെ രണ്ടുപേർക്കും സംതൃപ്തി നൽകുന്ന വിശിഷ്ട മന്ത്രമാണ് രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അപ്പോൾ കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, എല്ലാവരും കേട്ടുകൊള്ളുവിൻ, മറ്റു ദേവന്മാരെ എനിക്ക് തുല്യമായിട്ടാരാണോ കരുതുന്നത്, അതുപോലെ രാധയെ മറ്റു ദേവിമാർക്ക് തുല്യമായി ആരാണോ കണക്കാക്കുന്നത് അവർ അധമന്മാരായിരിക്കും, അവര് ബ്രഹ്മഹത്യാപാപം നേടിയിരിക്കും നിശ്ചയം. മറ്റു ദേവന്മാർക്ക് തുല്യനായിട്ട് എന്നെ കാണരുത്, മറ്റു ദേവികൾക്ക് തുല്യമായിട്ട് രാധേയം കാണരുത്. അതാണ് ഞായറാഴ്ച ദിവസം ഞാനൊരു വീഡിയോ ഇറക്കിയിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കണ്ടില്ലെങ്കിൽ കാണണം. കൃഷ്ണൻ പാർവതിയായി, രാധ കൃഷ്ണനായി. ആ വീഡിയോയിൽ ഞാൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണൻ വീണ്ടും പറഞ്ഞു, ഞാൻ ജഗത്തിന്റെ പിതാവാണ്, രാധിക ഈ ജഗത്തിന്റെ മാതാവാണ്, പിതാവിനേക്കാൾ ഇരട്ടി മഹത്വമുള്ളവളും പൂജനീയയും വന്ദനീയയുമാണ് മാതാവ്. അതുകൊണ്ട് ആദ്യം രാധ, പിന്നെ മാധവൻ. രാധാമാധവനാണ്, മാധവൻ രാധയല്ല. മറിച്ചു ചെയ്താൽ തിളയ്ക്കുന്ന എണ്ണയിൽ 100 ബ്രഹ്മായുസ് വരെ കിടന്ന് പിടയേണ്ടി വരും. കൃഷ്ണ കൃഷ്ണ എന്ന് മാത്രം ജപിക്കുന്നവര് ഇത് കേട്ടുകൊള്ളണം. രാധാകൃഷ്ണ രാധാകൃഷ്ണ. എടി, നിങ്ങൾ കൃഷ്ണഭക്തരാണെങ്കിൽ കൃഷ്ണന് സന്തോഷമുള്ളതല്ലേ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സന്തോഷമുള്ളതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ആരാണോ രാധയുടെ നാമം ഉച്ചരിക്കാതെ എന്റെ നാമം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ജന്മം കൊണ്ട് തന്നെ അവന്റെ വംശനാശം സംഭവിക്കും. ആരാണോ രാധയുടെ നാമം പറയാതെ എന്റെ നാമം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ജന്മം തന്നെ അവന്റെ വംശനാശം സംഭവിക്കും. അവൻ സർവരോഗയായി മാറും, ദുഃഖിതനായി മാറും. അവന്റെ ഓരോ കാൽവയ്പിലും തടസ്സങ്ങൾ ഉണ്ടാകും. ബ്രഹ്മലോകത്ത് ബ്രഹ്മാവിന്റെ മാറിടത്തിൽ സ്ഥിതി ചെയ്യുന്ന സാവിത്രി രാധ വേദങ്ങളുടെ തേജസ്സിൽ ആവിർഭവിച്ചു മൂർത്തി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അസുര നിഗ്രഹം നടത്തുന്നത് രാധയാണ്. ദക്ഷ പ്രജാപതിയുടെ കന്യക. ഈ മൃത്യുലോകത്തിന്റെ അധിപ രാധയാണെന്നറിയുക. ശ്രദ്ധിക്കുക, മൃത്യുലോകത്തിന്റെ അധിപ രാധാറാണിയാണ്. അതുകൊണ്ടാണ് രാധയെ ഭരിക്കുന്നവന് മരണസമയത്ത് ആത്മാവ് ഒരു പ്രയാസവുമില്ലാതെ, യാതൊരു പ്രയാസവുമില്ലാതെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും. അല്ലാത്തവന് പച്ചമാങ്ങയിൽ നിന്ന് മാങ്ങാണ്ടി ഇങ്ങനെ എടുക്കാൻ വേണ്ടി മാംസം വലിച്ചു പറിക്കുന്നത് പോലെ യമദൂതന്മാര് വന്ന് ഈ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വലിച്ചു പറിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് രാധാഭക്തർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മരണസമയത്ത് ജീവൻ വേർപെടുന്നത് അറിയത്തത് പോലുമില്ല. അതെ, ഒരു പൂവിന്റെ എതള് കൊഴിഞ്ഞു വീഴുന്ന ലാഘവത്തോടു കൂടി നിങ്ങളുടെ ആത്മാവ് വേർപെടും. കാരണം മൃത്യുലോകത്തിന്റെ അധിപരാധയാണ്. രാജഗ്രഹങ്ങളിലെ രാജലക്ഷ്മി, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടത്, ഗ്രാമദേവത, ഗ്രഹലക്ഷ്മി, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതേ, രാധ ജലത്തിൽ സത്യസ്വരൂപിയാണ്.
കേട്ടുകൊള്ളുക. രാധ ജലത്തിലെ സത്യസ്വരൂപിയാണ്, ഭൂമിയിൽ ഗന്ധരൂപയാണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രതിഭ എന്ന് പറയുന്നത് രാധയാണ്. അഗ്നിയിൽ ദാഹക ശക്തിയാണ്, സർവപ്രാണികളിലും സർവശക്തിയാണ്. സൃഷ്ടികാലത്ത് മൂലപ്രകൃതി ഈശ്വരിയാണ് രാധ. വിരാട് സ്വരൂപനായ വിഷ്ണുവിന്റെ മാതാവ് രാധയാണ്. കേട്ടുകൊള്ളുവിൻ, കേട്ടുകൊള്ളുവിൻ രാധാഭക്തരെ, ആനന്ദിക്കുവിൻ, ആനന്ദിക്കുവിൻ. വിരാട് സ്വരൂപനായ വിഷ്ണുവിന്റെ മാതാവ് രാധയാണ്. മനസ്സിലായല്ലോ? സൃഷ്ടികാലത്തെ മൂലപ്രകൃതീശ്വരി എന്ന് പറയുന്നത് രാധയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, പ്രളയം കഴിയുമ്പോൾ ആലിലയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ദേവി ആദിപരാശക്തി പറഞ്ഞു കൊടുക്കുമെന്ന് കേട്ടിട്ടില്ലേ? സാക്ഷാൽ രാധാറാണിയാണത്. മഹാവിഷ്ണുവിൻ്റെ ഓരോ രോമത്തിലും അനേകം വിശ്വങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിനാൽ മഹാവിഷ്ണുവിനെ വാസു എന്ന് പറയുന്നു എന്ന് നിങ്ങൾ അറിയുക. എല്ലാവരുടെയും ദേവനായതിനാൽ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോളണം, മഹാവിഷ്ണുവിൻ്റെ ഓരോ രോമകൂപങ്ങളിലും അനേകം വിശ്വങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹം വാസു എന്നറിയപ്പെടുന്നു. അങ്ങനെ നിരവധി മണ്ഡലങ്ങളിൽ നിരവധി മഹാവിഷ്ണുമാരുണ്ട്, അതായത് നിരവധി വാസുമാരുണ്ട്. ആ വാസുമാരുടെ എല്ലാം ദേവനായതിനാൽ ഞാൻ വാസുദേവൻ എന്നറിയപ്പെടുന്നു. അതെ, ശ്രീകൃഷ്ണനെ വാസുദേവ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഈ വാസുദേവനായ എൻ്റെ പ്രാണൻ രാധയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നറിയുക. അതിനാൽ രാധയ്ക്ക് ആപത്ത് സംഭവിക്കാതെ വാസുദേവൻ ആപത്തു വരില്ല. രാധ അജയ്യയാണ്, രാധ അജയ്യയാണ്, രാധ അവധ്യയാണ്. അവളുടെ അടുത്തേക്ക് പോലും വരാൻ ലോകത്തൊരായുധത്തിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വാസുദേവൻ അവധ്യനാണെന്ന സത്യം നിങ്ങൾ അറിയുക. എല്ലാവരും കോരിത്തരിച്ചു നിൽക്കുകയാണ്. കേട്ടുകൊള്ളുവിൻ, സൃഷ്ടിയുടെ ബീജം രാധയാണ്. സൃഷ്ടിയുടെ ബീജം രാധയാണ്. മണ്ണില്ലാതെ കുശവന് കുടം സൃഷ്ടിക്കാൻ കഴിയാത്തതുപോലെ ഒരു കുശവൻ എന്ന് പറഞ്ഞാൽ ഈ കുടം ഉണ്ടാക്കുന്നവൻ, മണ്ണില്ലാതെ ഒരു കുശവൻ എങ്ങനെ കുടം സൃഷ്ടിക്കാൻ പറ്റും? അതുപോലെയാണ് രാധയില്ലാതെ സൃഷ്ടി നടത്താൻ കഴിയില്ല. ഒരു കുശവന് മണ്ണ് പോലെയാണ് സൃഷ്ടി നടത്തുന്ന രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടി നടക്കണമെങ്കിൽ രാധാജി വേണം. ദേവന്മാരെ കേട്ടുകൊള്ളൂ, ജനനം, മരണം, ജരാനരകള്, വ്യാധി, ശോകം, ധനം, രോഗം, മുക്തി, പാപമുക്തി, ഇതിൻ്റെ എല്ലാം അധിപ രാധയാണെന്നറിയുക. വളരെ കാലം എന്നെ കൊണ്ട് ആരാധിച്ച് മനുഷ്യൻ സാധിച്ചെടുക്കുന്ന അതേ കാര്യം അല്പകാലം രാധയെ ഉപാസിച്ചാൽ ലഭിക്കുമെന്നറിയുക. വർഷങ്ങളായിട്ട് എന്നെ തപസ് ചെയ്ത് നേടിയെടുക്കുന്ന കാര്യങ്ങൾ അല്പകാലം രാധയെ ഉപാസിച്ചാൽ നേടിയെടുക്കാൻ കഴിയുമെന്നറിയുക. ഈ രാധയുടെ മായയിൽ നിന്നാണ് സമ്പൂർണമായ വിശ്വം ഉത്ഭവിച്ചത്. അറിയുക, ഈ വിശ്വം മുഴുവനും രാധാറാണിയുടെ മായയാണ്. വിഷ്ണുമായ ഭഗവതി ആരിലൊക്കെ കൃപ ചെയ്യുന്നുവോ അവർ കൃഷ്ണനെയും കൃഷ്ണഭക്തിയെയും കൃഷ്ണദാസ്യഭാവത്തെയും നേടിയെടുക്കും. അപ്പൊ വിഷ്ണുമായയെ ആരാധിച്ചാലും ഭഗവതിയെ ആരാധിച്ചാലും അതൊക്കെ സാക്ഷാൽ രാധാറാണിയാണെന്നറിയുക. ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ പോയിട്ടില്ലേ? അവിടെ ചെന്ന് ഭഗവതിയെ തൊഴണം. ഭഗവതി രാധാറാണി തന്നെയാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ്. ആരാണോ ഭഗവതിയെ വണങ്ങുന്നത്, ആരാണോ വിഷ്ണുമായയെ വണങ്ങുന്നത്, അവരൊക്കെ കൃഷ്ണഭക്തിയെയും കൃഷ്ണന്റെ ദാസ്യഭാവത്തെയും നേടിയെടുക്കും.
100 കോടി ജന്മങ്ങളുടെ പുണ്യം. ശ്രദ്ധിച്ചു കേട്ടോണം. 100 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജപിക്കാൻ കഴിയൂ. ഭഗവാൻ പറയുകയാണ്, 100 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ജപിക്കാൻ കഴിയൂ. എന്നാൽ കേട്ടുകൊള്ളുവിൻ, എന്നാൽ കേട്ടുകൊള്ളുവിൻ, 1,00,000 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രം, 1,00,000 കോടി ജന്മങ്ങളുടെ പുണ്യമുള്ളവർക്ക് മാത്രമേ പറയാൻ പോവുകയാണ്, പറയാൻ പോവുകയാണ്. അവർക്ക് മാത്രം, അവർക്ക് മാത്രം, അവർക്ക് മാത്രം ജപിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. പറയാമോ എന്താണെന്ന്? പറയാമോ എന്താണെന്ന്? രാധാ സഹസ്രനാമം. അവർക്ക് മാത്രം ജപിക്കാൻ കഴിയുന്ന ഒന്നാണ് രാധാ സഹസ്രനാമം എന്നറിയുക. അതെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ഗുരുവായൂരപ്പൻ എണ്ണി എണ്ണി പറയുകയാണ് രാധാ സഹസ്രനാമ ജപത്തിന്റെ മാഹാത്മ്യം എന്തെന്ന്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂർ ശ്രീലകം വാഴുന്ന കണ്ണൻ പറയുകയാണ്, ആരാണോ രാധാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നത് അവന്റെ സഹസ്ര കോടി ജന്മങ്ങളുടെ പാപങ്ങൾ അഗ്നി കരിയിലെ എന്ന പോലെ ദഹിപ്പിച്ചു തീർത്തിരിക്കും. കരിയിലക്കൂട്ടത്തിൽ അഗ്നിയിട്ടാൽ നിമിഷം കൊണ്ട് കത്തിച്ചാമ്പലാകുന്നത് പോലെ സഹസ്രനാമം ജപിക്കുന്നവനാരോ അവന്റെ സഹസ്ര കോടി ജന്മങ്ങളുടെ പാപങ്ങൾ ക്ഷണമാത്ര കൊണ്ട് കത്തി ചാമ്പലായി തീരും. സഹസ്രനാമം ജപിക്കുന്നവന്റെ ശരീരം ദേവന്മാരെ പോലെയും ദേവിത സ്ത്രീകളാണെങ്കിൽ ദേവതമാരെ പോലെയും അവരെക്കാൾ ഏറെയും പരിശുദ്ധമായി മാറി വെട്ടിത്തിളങ്ങും. ഈ സ്തോത്രത്തിന്റെ പ്രസാദത്താൽ ഭൂമിയിൽ ഒരുവൻ ആഗ്രഹിക്കുന്നതെന്തും കിട്ടും. രാധാ സഹസ്രനാമം ജപിച്ചാൽ നിങ്ങൾ ഭൂമിയിൽ എന്താഗ്രഹിച്ചാലും കിട്ടിയിരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഈ ഞാൻ, എളിയ ഞാൻ. അത് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എളിയ ഞാൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാൻ തന്നെ പേടിയാണ്. കാരണം ആഗ്രഹം ഒരു മനസ്സിൻ്റെ കോണിൽ വന്നാൽ മതി, ആ സെക്കൻഡിൽ, അതായത് വിത്തിൻ 24 hours അത്രയും എടുക്കില്ല, അതിനു മുമ്പ് സാധിച്ചിരിക്കും. ഇപ്പൊ ദൈവത്തെ ആയാലും ബുദ്ധിമുട്ടിക്കുന്നതിനൊരു അതിരില്ലേ? ഞാൻ പറയുന്നത് സത്യമാണ്. പക്ഷെ ഒരു കാര്യം, എങ്ങനെ ജപിക്കണം? രാധാ സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും നിങ്ങൾ ഇന്ന് ജപിക്കുന്ന മെത്തേഡ് തെറ്റാണ്. നിങ്ങൾ രാധാ സഹസ്രനാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് സഹസ്രനാമവും ജപിക്കുമ്പോൾ മറ്റ് ചിന്തകൾ പാടില്ല. മറ്റൊന്നും ചിന്തിക്കാതെ രാധാ സഹസ്രനാമം ജപിച്ച് തീരുന്നത് വരെ രാധാകൃഷ്ണന്മാരല്ലെങ്കിൽ രാധാറാണിയെ മനസ്സിൽ ധ്യാനിച്ചാർക്കാണോ പൂർത്തിയാക്കാൻ പറ്റുന്നത് അവന്റെ ഏതാഗ്രഹവും സാധിച്ചിരിക്കും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്നോട് സത്യസന്ധമായി ഗുരുവായൂരപ്പനെ കൊണ്ട് ആണയിട്ടിട്ട് നിങ്ങൾ പറ, സാറേ രാധാ സഹസ്രനാമം ചൊല്ലിത്തീരുന്നത് വരെ ഞങ്ങൾ മറ്റൊന്നും വിചാരിച്ചില്ല, ഒന്നും വിചാരിച്ചിട്ടില്ല, എന്നിട്ടും ഞങ്ങൾക്ക് വിചാരിക്കുന്ന ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശിരസ്സും മുണ്ഡനം ചെയ്ത് മീശയും എടുത്ത് അന്നത്തോടു കൂടി ഈ യൂട്യൂബ് പരിപാടി ഞാൻ നിർത്തിത്തരാം. ഞാനാണ് പറയുന്നത്. കാരണം എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്, എളിയവരിൽ എളിയവനായ, മനസ്സിലല്ലേ, എളിയവരിൽ എളിയവനായ ഭഗവാന്റെ കോടാനുകോടി ഭക്തന്മാരിൽ ഒരു കൃമിയുടെ പ്രാധാന്യം പോലും ഇല്ലാത്ത എനിക്കത് നടക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങളുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? കൃഷ്ണൻ പറയുകയാണ്, ഒരു ബ്രാഹ്മണൻ രാധാ സഹസ്രനാമം ജപിക്കുന്ന രാവണൻ ബ്രഹ്മവർച്ചസ്യായി മാറും, ഏത് യാഗത്തിൻ്റെയും അധിപനായി മാറും, അതിൻ്റെ തലവനായി മാറും, ക്ഷത്രിയൻ ജഗത്പതിയായി മാറും, ഈ ലോകത്തിൻ്റെ അധിപനായി മാറും, വൈശ്യൻ ധനവാനാകും,
ശൂദ്രൻ ജന്മാന്തര മുക്തനുമായിരിക്കും. കേട്ടുകൊള്ളുവിൻ, കേട്ടുകൊള്ളുവിൻ. രാധാ സഹസ്രനാമം ജപിക്കുന്ന ബ്രാഹ്മണൻ ബ്രഹ്മവർച്ചസിയാകും. ക്ഷത്രിയൻ ജഗത്പതി. ബ്രഹ്മവർച്ചസി ബ്രാഹ്മണന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണത്. അതായത് ഏത് യാഗത്തിൻ്റെയും അധിപൻ, അതേ കണക്ക് ക്ഷത്രിയൻ ഈ ലോകത്തിൻ്റെ അധിപൻ. നമ്മുടെ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ രാധാ സഹസ്രനാമം ജപിച്ചാൽ ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അമേരിക്കക്കാരനാണെങ്കിൽ അമേരിക്കയുടെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കും. വൈശ്യൻ കച്ചവടക്കാരൻ ധനവാനാകും. ഓർമ്മിക്കണേ, ബിസിനസ് നടത്തുന്നവരാരെങ്കിലും ഈ ചാനൽ ഇപ്പൊ കേൾക്കുന്നു, എൻ്റെ ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആകെ അങ്ങ് ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ രാധാ സഹസ്രനാമം നിത്യവും രാധാ റാണിയെ മനസ്സിൽ നിരൂപിച്ച് ചൊല്ലി തീർക്കണം. പകുതി ചൊല്ലുമ്പോൾ മനസ്സെങ്ങോട്ടെങ്കിലും ഓടിയാൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നേന്ന് തുടങ്ങണം. തുടങ്ങിയാൽ അവൻ ധനവാനാകുമെന്ന് ഈ പറയുന്നത് ദിലീപ് കുമാർ അയ്യാറല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നു, വൈശ്യൻ ധനവാനാകും, ശൂദ്രൻ ജന്മാന്തര മുക്തനാകും. ബ്രഹ്മഹത്യ ചെയ്തവൻ, മദ്യപിക്കുന്നവൻ, കളവ് തുടങ്ങിയ പാപങ്ങൾ ചെയ്യുന്നവൻ, അവൻ്റെ എല്ലാ ദോഷങ്ങളും രാധാ സഹസ്രനാമം ജപിച്ചാൽ ആ നിമിഷമില്ലാതാകും. ബ്രഹ്മഹത്യ ചെയ്തവന്റെ പാപം ആ നിമിഷമില്ലാതാകും. കള്ളം പറയുന്നവന്റെ, മദ്യപിക്കുന്നവന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. നിങ്ങളുടെ വീട്ടിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവനെ കൊണ്ട്, പക്ഷെ അവന്മാര് ജപിക്കത്തില്ല, അത് വേറൊരു കാര്യം. ജപിച്ചാൽ നിശ്ചയമായും അവൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കും. രാധാറാണിയുടെ പ്രസാദത്താൽ ധനവും ഐശ്വര്യവും മനഃശാന്തിയും ഉണ്ടാകും. ഉടനടി മുക്തി ലഭിക്കും. മരണസമയത്ത് ക്ഷണം മാത്ര കൊണ്ട് ആത്മാവ് വേർപിരിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. യമുന, ഗംഗ തുടങ്ങിയ നദികളുടെയും കുരുക്ഷേത്രം തുടങ്ങിയ തീർത്ഥങ്ങളുടെയും മഹത്വം എന്താണോ? നിങ്ങൾ യമുനയിൽ മുങ്ങിക്കുളിച്ചാൽ എന്ത് കിട്ടുമോ? ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ എന്ത് കിട്ടുമോ? കുരുക്ഷേത്ര തീർത്ഥത്തെ വന്ദിച്ചാൽ എന്ത് കിട്ടുമോ? അത് ശരിക്കും പറഞ്ഞാൽ രാധാ സഹസ്രനാമം ജപിക്കുന്നവന് കിട്ടുന്നതിൻ്റെ ഒരു മാത്ര പോലുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. രാധാ സഹസ്രനാമം ജപിക്കുന്നവന് 100 കോടി അടിക്കും. ഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നവന് 101 രൂപ കിട്ടും. അത്രയും വ്യത്യാസം. ഞാനൊരു താരതമ്യം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാകാൻ. മനസ്സിലായില്ലേ? ഗംഗയിൽ മുങ്ങിക്കുളിക്കുമ്പം 101 രൂപ കിട്ടുമെങ്കിൽ, മനസ്സിലായില്ലേ? യമുനയിൽ മുങ്ങിക്കുളിച്ചാൽ 101 രൂപ കിട്ടുമെങ്കിൽ രാധാ സഹസ്രനാമം ജപിച്ചാൽ 101 കോടി ബെമ്പറാണ് അടിക്കുന്നതെന്ന സത്യം മനസ്സിലാക്കുക. ശരിക്കും എൻ്റെ ഈ ചാനൽ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാധാ സഹസ്രനാമം മനസ്സിരുത്തി, അല്ലാതെ ചുമ്മാതെ മനസ്സ് വല്ലയിടത്ത് ഓടി മുണമുണെന്നും പറഞ്ഞ് മൊത്തമായി ചേർക്കാനല്ല ഞാൻ പറഞ്ഞത്. രാധാ റാണിയെ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലിയിട്ട് പോയി ഭാഗ്യക്കുറിയെടുക്ക്. ബെമ്പറടിക്കും. എന്നാ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന്? ഞാൻ ആരുമല്ല, ഒരു കൃമിയാണ്. പക്ഷേ എൻ്റെ സ്വന്തം അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നു. അതാണ് ഞാനാണെന്ന് പറയുന്നത്. എനിക്കതിനുള്ള അനുഭവമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വർഗത്തിലും പാതാളത്തിലും പർവ്വത പ്രദേശങ്ങളിലും ജലത്തിലും ഇതിനേക്കാൾ ശുഭമായ ഒരു സ്തോത്രം, ഒരു സഹസ്രനാമമില്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊരു തീർത്ഥവുമില്ല. നിങ്ങൾ ഏത് തീർത്ഥത്തിലും മുങ്ങിക്കുളിക്കണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് പറക്കി കെട്ടി പ്രയാഗിലും പോയി മുങ്ങണ്ട, സരയൂവിലും മുങ്ങണ്ട, യമുനയിലും ഗംഗയിലും മുങ്ങണ്ട. കൃഷ്ണൻ പറയുന്നു, നീ നിന്റെ വസതിയിലിരുന്നു കൊണ്ട് രാധാ സഹസ്രനാമം ജപിച്ചാൽ മാത്രം മതി. സഹസ്രനാമം ജപിക്കുന്നവന്റെ അടുക്കലേക്ക് എല്ലാ തീർത്ഥങ്ങളും ഒഴുകിയെത്തും. എല്ലാ ക്ഷേത്ര ചൈതന്യങ്ങളും അവിടെ എത്തിച്ചേരും. അതാണ് പറയുന്നത്. സഹസ്രനാമം ജപിക്കുന്നവൻ തീർത്ഥത്തിലേക്ക് പോണ്ട, അവൻ്റെ വീട്ടിലേക്ക് തീർത്ഥം വരും.
അവൻ ക്ഷേത്രത്തിൽ പോലും പോയില്ലേലും കുഴപ്പമില്ല. പ്രപഞ്ചത്തിലെ സകല ക്ഷേത്രത്തിൻ്റെയും ചൈതന്യം അവനെ തേടിയെത്തും. അതാണ് രാധാ സഹസ്രനാമം. അതാണ് രാധാ സഹസ്രനാമം. അറിയണം രാധാ സഹസ്രനാമം എന്താണെന്ന്. നോക്കിക്കൊള്ളൂ, ഞാൻ രാധയുടെ ഹൃദയ കമലത്തിൻ്റെ നടുക്ക് സദാ വസിക്കുന്നു. രാധയുടെ ഹൃദയ കമലത്തിൻ്റെ നടുക്കാണ് ഞാൻ വസിക്കുന്നതെന്നറിയുക. ആ ഞാൻ രാധാ സഹസ്രനാമം ജപിക്കുന്നവനെ തേടിയെത്തിയിരിക്കും. കാരണം എൻ്റെ രാധയുടെ പേരുച്ചരിക്കുന്നവനെ എനിക്ക് മറക്കാൻ പറ്റില്ല. എൻ്റെ രാധയുടെ നാമം ഉച്ചരിക്കുന്നവൻ്റെ അടുക്കൽ ഞാൻ ഓടിയെത്തും. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവളാണ് എനിക്കിത്. അത്രമേൽ പ്രിയപ്പെട്ടവളാണ് എനിക്ക് എൻ്റെ രാധിക. എൻ്റെ ലോകം മുഴുവൻ എൻ്റെ രാധികയാണ്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. അത് വളരെ നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ കുറേ പേര് ഞാൻ കൃഷ്ണനെ പ്രേമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പ്രേമം മൊത്തം കൃഷ്ണനോടാണ്. 8ന്റെ പണി ചോദിച്ചു വാങ്ങിക്കരുത്. അതൊക്കെ കേട്ടാൽ കൃഷ്ണന് തന്നെ കലി വരും. കൃഷ്ണൻ രാധാറാണിക്ക് മാത്രമുള്ളവനാണ്. സഹസ്രനാമം ജപിക്കുന്നവൻ എൻ്റെ സംതൃപ്തി നേടിയെടുക്കും. ഇതിന് തുല്യമായി, രാധാ സഹസ്രനാമത്തിന് തുല്യമായി ഈ 7-14 ലോകങ്ങളിലും മറ്റൊന്നുമില്ലെന്നറിയുക. മറ്റൊന്നുമില്ല രാധാ സഹസ്രനാമത്തിന് തുല്യമായി വെക്കാനായി. ഏകാദശി ദിവസം ശുദ്ധിയോടെ, ഏകാഗ്രതയോടെ, അത് അണ്ടർലൈൻ ചെയ്യണം. മനസ്സിലായില്ലേ? അത് അണ്ടർലൈൻ ചെയ്യണം. ഏകാഗ്രത നിങ്ങൾ വായിക്കുന്ന കണക്കല്ല, മനസ്സോടരുത്. ഏകാദശി ദിവസം ശുദ്ധിയോടെ, ഏകാഗ്രതയോടെ രാധാ സഹസ്രനാമം ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നവന്റെ സകല ആഗ്രഹങ്ങളും സാധിക്കും. സകല ആഗ്രഹങ്ങളും ഭഗവാൻ കൃഷ്ണൻ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. കൊടുക്കുന്ന ഗ്യാരണ്ടി ഞാനല്ല, ഗുരുവായൂരപ്പൻ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഗുരുവായൂരപ്പൻ പറയുക, ഏകാദശിയുടെ അന്ന് കുളിച്ച് ശുദ്ധിയോടുകൂടി വന്ന് ഏകാഗ്രതയോടെ രാധാ സഹസ്രനാമം ജപിച്ചാൽ നിന്റെ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരുമെന്ന്. എൻ്റെ പേരൊന്നും പറയണ്ട, നീ രാധയുടെ പേര് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തന്നിരിക്കും. തീർന്നില്ല. ദ്വാദശി നാളിലോ വെളുത്തവാവിൻ്റെ അന്നോ, ദ്വാദശി നാളിലോ വെളുത്തവാവിൻ്റെ അന്നോ തുളസിയുടെ മുന്നിൽ വച്ച് ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ, തുളസിയുടെ മുന്നിൽ വെച്ചാണ്, വായിക്കുകയും കേൾക്കുകയും ചെയ്താൽ അശ്വമേധം, രാജസൂയം, ബാർഹസ്ത്യം, അതിരാത്രം, അഗ്നിഷ്ടോമം, മനസ്സിലായില്ലേ, മറ്റ് യജ്ഞങ്ങൾ എന്നിവ ചെയ്യുന്ന ഫലം ലഭിച്ചിരിക്കും. ഒറ്റ കാര്യം, തുളസിയുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് ദ്വാദശി നാളിൽ ജപിക്കണം. അല്ലെങ്കിൽ വെളുത്തവാവിൻ്റെ അന്ന് ഏകാഗ്രതയോടെ രാധാ സഹസ്രനാമം ജപിച്ചാൽ അശ്വമേധം, രാജസൂയം, ബാർഹസ്പത്യം, അതിരാത്രം, അഗ്നിഷ്ടോമം, മറ്റ് യജ്ഞങ്ങൾ, ഏത് യജ്ഞങ്ങളും ചെയ്യുന്ന ഫലം ലഭിക്കും. കൃഷ്ണൻ തുടരുകയാണ്, നിർത്തുന്നില്ല. ഇതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് വിശാഖ. വിശാഖയുടെ കാര്യം സഹിക്കാം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് എന്തു പറയണമെന്നറിയുന്നില്ല. കാർത്തിക നാളിലും അഷ്ടമിയിലും ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ, കാർത്തിക നാളിൽ, ഓർമ്മിക്കണേ, മറക്കരുത്, കാർത്തിക നാളിലും അഷ്ടമിയിലും ഇത് രാധാ സഹസ്രനാമം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ സഹസ്രയുഗങ്ങളോളം, കൽപ്പാന്ത കാലങ്ങളോളം വൈകുണ്ഠത്തിൽ വസിച്ചിട്ട് ഗോലോകത്ത് എത്തിച്ചേരും. അവൻ വൈകുണ്ഠത്ത് വസിച്ചിട്ട് ഗോലോകത്ത് അവൻ എത്തിച്ചേരുമെന്ന് കൃഷ്ണൻ പറയുന്നു. അങ്ങനെ വരുന്നവന്, രാധാ സഹസ്രനാമം ജപിക്കുന്നവന് ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു എന്നിവരുടെ ലോകത്തില് സാലോക്യമുക്തി പ്രദാനം ചെയ്യുന്നു. ബ്രഹ്മാവിന്റെ ലോകത്തിലും വിഷ്ണുവിന്റെ ലോകത്തിലും സാലോക്യമുക്തി പ്രതിനിധാനം ചെയ്യുന്നു. ഗംഗാതീരത്ത് വെച്ച് ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന സാധകൻ
രാധാ സഹസ്രനാമം ഗംഗയുടെ തീരത്ത് വെച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവനാരോ അവൻ വിഷ്ണുവിൻ്റെ സാരൂപ്യം നേടിയെടുക്കുന്നു. നദികളെല്ലാം രാധാ സഹസ്രനാമ രൂപിണിയാകുന്നു. സകല നദികളും രാധാ സഹസ്രനാമ രൂപിണിയാകുന്നു. അതിനാൽ നദിയെ വന്ദിക്കുന്നവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, നദിയെ നിന്ദിക്കുന്നവനെ സർവനാശം നേരിട്ടിരിക്കും. അതാണ് പറയുന്നത്. നിങ്ങൾ എപ്പോൾ ചെന്നാലും നദിയെ തൊട്ട് തൊഴുതണം. അമ്മേ രാധാറാണി അമ്മേ, ഗംഗാ നദി രാധയാണ്, യമുനാ നദി രാധയാണ്, സമുദ്രം രാധയാണ്. പ്രപഞ്ചത്തിലെ സമുദ്രവും ജലാശയവും എല്ലാം 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 സകല ജനങ്ങളും രാധാജിയാണ്. ഈ മന്ത്രം രാധാ സഹസ്രനാമം ഭക്തിയില്ലാത്തവനും കപടഭക്തനും നാസ്തികനും നൽകരുത്. ഹരിഭക്തിയിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവർക്കും പുണ്യാർത്ഥികൾക്കും മാത്രമേ ഇത് നൽകാവൂ. മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും ഇത് നൽകാൻ പാടില്ല. ശ്രീഹരിയുടെ പാദപത്മങ്ങളെ സേവിക്കുന്നവർക്കും കഠിന കൃഷ്ണഭക്തർക്കും രാധയുടെ പാദത്തെ സദാ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കും മാത്രമേ രാധാ സഹസ്രനാമം ചൊല്ലാവൂ. രാധാകൃഷ്ണന്മാരുടെ പാദങ്ങളെ സ്മരിച്ചിത് ജപിക്കുന്നവന് പുനർജന്മമുണ്ടാകില്ല. രാധാകൃഷ്ണന്മാരുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇത് ജപിച്ചാൽ പുനർജന്മമുണ്ടാകില്ല. അല്ലാതെ എന്നെ ചിലർ വിളിച്ചിട്ട് പറയാറുണ്ട്, ഞാൻ ഭയങ്കര ഭക്തിയാണ്, ഞാൻ ഭയങ്കര മന്ത്രം ചൊല്ലുന്നു, എനിക്ക് പുനർജന്മം ഉണ്ടാകില്ല, ഗോപി ഇട്ടുകൊണ്ടിരുന്നാൽ മതി. പുനർജന്മം ഉണ്ടാകാതിരിക്കാനുള്ള എളുപ്പമാർഗമാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ രാധാ സഹസ്രനാമം അത് ജപിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു കാരണവശാലും രാധാകൃഷ്ണന്മാരുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് രാധാ സഹസ്രനാമം ജപിച്ചാൽ അവന് പുനർജന്മമുണ്ടാകില്ല. രാധാ സഹസ്രനാമം ചൊല്ലുന്നവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശിവന് ത്രിശൂലം നൽകിയിരിക്കുന്നത്. രാധാ സഹസ്രനാമം ജപിക്കുന്നവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ശിവന് ത്രിശൂലം നൽകിയിരിക്കുന്നത്. രാധയെ നിന്ദിക്കുന്നവൻ ആരായാലും അവൻ ശിവന്റെ കോപത്തിന് പാത്രീഭവിച്ച് അതിന് ത്രിശൂലത്തിന് ഇരയായിരിക്കും. രാധാ സഹസ്രനാമം ജപിക്കുന്നവന് ഒരിക്കലും ഭയമുണ്ടാകില്ല. ശിവന്റെ സംരക്ഷണം അവനുണ്ടാകും. ഇത്രയുമായപ്പോഴേക്കും ശതചന്ദ്രാനനയ്ക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ശതചന്ദ്രാനന ആനന്ദ നൃത്തം ചവിട്ടി രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഇത് കണ്ടിട്ട് ഗോലോകവാസികൾക്ക് സഹിച്ചില്ല. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഗോലോകവാസികളും മാത്രമല്ല, ഗോലോകത്തിലെ പശുക്കൾ വരെ തലയാട്ടാൻ തുടങ്ങി, ഗോലോകത്തിലെ പക്ഷികൾ വരെ ജപിക്കാൻ തുടങ്ങി. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. അത് കണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പുഞ്ചിരിച്ചു, രാധാറാണി പുഞ്ചിരിച്ചു. കൃഷ്ണൻ വീണ്ടും തുടങ്ങി. ഗോരോചനം, ഹരിചന്ദനം, മഞ്ഞൾ ഇവയിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ മൂന്നും കൂടെ ചേർത്തോ നെറ്റിയിലും കഴുത്തിലും ഒക്കെ ധരിച്ചതിന് ശേഷം ആരാണോ ഇത് ജപിക്കുന്നത് അവൻ നിശ്ചയമായിട്ടും എന്നെ പ്രാപിച്ചിരിക്കും. യാതൊരു സംശയവും വേണ്ട. ഇത് ജപിക്കുന്നവനെ എല്ലാ ദേവന്മാരും നമസ്കരിക്കും. സകല ലോകവും അയാൾക്ക് വശംവദനാകും. അധികാരം, ഐശ്വര്യം, കാന്തി, സൗഭാഗ്യം എന്നിവ നേടി ദീർഘായുസ്സായിരിക്കും രാധാ സഹസ്രനാമം ജപിക്കുന്നവൻ. തീരുന്നില്ല. നിങ്ങൾ രാധാ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ പുത്രന്മാരെയും
മിത്രങ്ങളെയും പശുക്കളെയും ഭൂമിയെയും, അതാണ് പശുക്കളെയും ഭൂമിയെയും അതേപോലെ മറ്റു ഭോഗവസ്തുക്കളും നേടി ഒടുവിൽ നിങ്ങൾ എവിടെ പ്രാപിച്ചിരിക്കും? നിങ്ങൾ ഗോലോകം പ്രാപിച്ചിരിക്കുമെന്ന് കൃഷ്ണൻ വാക്ക് തരുന്നു. രാധാ സഹസ്രനാമത്തിന്റെ മാഹാത്മ്യം എണ്ണിയാൽ ഒടുങ്ങത്തില്ല. ഇത് ജപിക്കുന്നവൻ രാധയുടെ ദാസന്മാരിൽ ശ്രേഷ്ഠനായി തീരുന്നു. ഞാൻ രാധയുടെ സഹചാരനും ആജ്ഞാപാലകനുമാണെന്നറിയുക. ഞാൻ കൃഷ്ണൻ, ഞാൻ ശ്രീകൃഷ്ണൻ രാധയുടെ ആജ്ഞാപാലകനാണെന്നറിയുക. ആ ഞാൻ സഹസ്രനാമം ജപിക്കുന്നവന്റെയും ആജ്ഞാപാലകനായിരിക്കും. ആരാണോ സഹസ്രനാമം ജപിക്കുന്നത് അവൻ അനേകം സിദ്ധികളുണ്ടാകും. അതാണ് സഹസ്രനാമം ജപിച്ച് സിദ്ധി വരുന്നവരാണ് ഈ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ ഭസ്മവും അതും ഇതും ഒക്കെ എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സ് വായിക്കുക, ഇങ്ങനെയുള്ള സിദ്ധികൾ ഉണ്ടാകും. പിന്നെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഉടൻ ലഭിക്കും. ഓർമ്മിക്കുക, രാധാ സഹസ്രനാമം ജപിക്കുന്നവന്റെ പാദത്തിലെ പൊടികൾ ധരിക്കുന്നവൻ പോലും സകല പാപങ്ങളും ഇല്ലാതാകും. രാധാ സഹസ്രനാമം ആരാണോ ജപിക്കുന്നത് അവന്റെ പാദത്തിലെ പൊടിയെടുത്ത് ധരിച്ചാൽ തന്നെ അവന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും. ആഷാഢം, കാർത്തിക, മാഘം, വൈശാഖം എന്നീ മാസങ്ങളിലെ പൂർണിമകളിൽ ഇത് ജപിച്ച് എന്റെയോ രാധയുടെയോ ക്ഷേത്ര ദർശനം നടത്തുന്നവനാരോ അവൻ നിശ്ചയമായും ഗോലോകം പ്രാപിക്കും. അവന്റെ 10 തലമുറകൾക്ക് മുമ്പുള്ളവരും അവന്റെ 10 തലമുറകൾക്ക് ശേഷമുള്ളവരും ഗോലോകം പ്രാപിക്കും. അവന്റെ തലമുറയിൽ പുണ്യാത്മാക്കൾ വന്നു പിറന്നിരിക്കും. മനസ്സിലായ? ആ മാസം ഓർമ്മ വേണം. ആഷാഢമാസം, കാർത്തിക മാസം, മാഘമാസം, വൈശാഖം. ഈ മാസങ്ങളിലെ പൂർണിമകളിൽ ആരാണോ രാധാ സഹസ്രനാമം ജപിക്കുന്നത് അവന്റെ 10 തലമുറ, അവന്റെ മുമ്പുള്ള 10 തലമുറ അച്ഛനപ്പൂപ്പന്മാർക്കെല്ലാം മോക്ഷം കിട്ടും. അതിനുശേഷം വരുന്ന തലമുറയിൽ ആര് ജനിച്ചിരിക്കും? പുണ്യാത്മാക്കൾ ജന്മം കൊണ്ടിരിക്കും. അവനെ കാമം, ക്രോധം തുടങ്ങിയ മനസ്സിന്റെ ദുർവാസനകളും മുഴുവനും ഇല്ലാതായി അവന് മനഃശാന്തി എന്നത് ഉടനടി ലഭിച്ചിരിക്കും. രാജ്യം ആഗ്രഹിക്കുന്നവന് രാജ്യം, രോഗികൾക്ക് രോഗശാന്തിയും വന്ധ്യകൾക്ക് സത്പുത്രനും ലഭിക്കും. ഇനിയാണ് കൃഷ്ണൻ പറയാൻ പോകുന്നത്. കേട്ടോളണം. രാധാ സഹസ്രനാമത്തിന്റെ, ശ്രദ്ധിച്ചോളണം, രാധാ സഹസ്രനാമം ഒരു തവണ ജപിച്ചാൽ പോലും സമസ്ത വേദങ്ങളും കോടിക്കണക്കിന് മന്ത്രങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും വിദ്യകളും പഠിച്ച ഫലം തരും. ഇതിനകത്തുള്ള പ്രധാന ഭാഗമാണ്. രാധാ സഹസ്രനാമം മുഴുവനും നിങ്ങൾ വായിക്കാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ, വേണ്ട. നിങ്ങൾ ഇതിലെ ഒരൊറ്റ വരി വായിച്ചാൽ മതി. ഒരൊറ്റ വരി. രാധാ സഹസ്രനാമത്തിലെ ഒരൊറ്റ വരി വായിര്. ആ ഒരു വരി വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ പകുതി വരി വായിര്. അല്ലെങ്കിൽ അതിലെ ഒരു പദം മാത്രം നിങ്ങൾ വായിക്കൂ, പറയൂ. സകല സിദ്ധികളും ഉണ്ടാകും, സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും, ഗോലോകപ്രാപ്തി വരും. ഇങ്ങനൊരു മന്ത്രം ചൂണ്ടിക്കാണിക്കാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാമോ? കൃഷ്ണൻ പറയുകയാണ് രാധാ സഹസ്രനാമം മുഴുവനും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, ഒരു വരി വായിക്ക്. ഇനി ഒരു വരി വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പകുതി വരി വായിക്ക്. രാധാ സഹസ്രനാമത്തിന്റെ പകുതി വരിയും വായിക്കാൻ പറ്റുന്നില്ല, വേണ്ട, ഒരു വാക്ക്, ഒരു പദം. രാധാ സഹസ്രനാമത്തിന്റെ ഒരു പദം വായിക്ക്. ആ ഒരൊറ്റ പദം വായിച്ചാൽ സമസ്ത സിദ്ധികളും കിട്ടും. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അമ്പരന്നു നിൽക്കുന്നു, ഗോലോകവാസികൾ അമ്പരന്നു നിൽക്കുന്നു. ആ സമയത്ത് ഒരത്ഭുതം നടക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു ദിവ്യ പ്രകാശം വന്നു നിറഞ്ഞു. അതെ,
അതേ, ആ അത്ഭുതം നടക്കുന്നു, ആ അത്ഭുതം നടക്കുന്നു, ആ അത്ഭുതം നടക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന അത്ഭുതം അതുതാ നടക്കുന്നു, അതുതാ നടക്കാൻ പോകുന്നു. അത്യത്ഭുതം, ആ അത്യത്ഭുതം കേൾക്കൂ പുണ്യാത്മാക്കളെ, ആ അത്യത്ഭുതം കേൾക്കൂ പുണ്യാത്മാക്കളെ. അത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യമാണ്. ഈ വീഡിയോയിലൂടെ കേട്ടാലും മഹാപുണ്യമാണ്. എന്താണ് അത്ഭുതം? എന്താണ് അത്ഭുതം? എന്താണ് അത്ഭുതം? കാത്തിരിക്കൂ, കാത്തിരിക്കൂ. രാധാറാണിയും കൃഷ്ണനും ആയുസ് തന്നാൽ ആ അത്ഭുതവുമായി ഞാൻ വരും. അത് കേട്ട് സായൂജ്യമടയൂ, സായൂജ്യമടയൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.